1 മിനിറ്റ്. ഹലോ, 1 മിനിറ്റ്. ഞാനൊരു സ്ഫിയർ എടുത്തിട്ട് വരട്ടെ കേട്ടോ. ഹലോ. അപ്പൊ എനിക്ക് സ്ഫിയർ കിട്ടിയില്ല. അപ്പൊ നമുക്ക് വേറെ ഒന്നുമില്ലെന്നേ. ഇതിന്റെ അകത്ത് കുറച്ചു മുമ്പ് നമ്മൾ പഠിച്ചത് പ്ലെയിൻ സർഫസിനെ കുറിച്ചായിരുന്നു. പ്ലെയിൻ റിഫ്ലാക്റ്റിംഗ് സർഫസ് ആയിരുന്നു. കർവ്ഡ് സർഫസിൽ ലൈറ്റ് വീണ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നത് നമുക്ക് നോക്കാൻ പോണേ ഇപ്പൊ. ഓക്കെ, അപ്പൊ അതിനു വേണ്ടിട്ട് ഒരു സ്ഫിയർ ഇമാജിൻ ചെയ്യാമോ? ഒരു സ്ഫിയർ. എന്താ മനസ്സിൽ വന്നത്? എന്താ അത്? ഹോളോ സ്ഫിയർ ആണോ അതെയോ സോളിഡ് സ്ഫിയർ ആണോ മനസ്സിൽ വന്നേ? വേണ്ട, ഹോളോ ഉണ്ടാക്കാം. അതിന്റെ അകത്തൊന്നും വേണ്ട. അപ്പൊ നിന്റെ മനസ്സിലൊരു ഗ്ലാസ് സ്ഫിയർ ആണ് മനസ്സിലിരിക്കണേ. ട്രാൻസ്പെറന്റ് ആണ്. അപ്പൊ അത് ഇങ്ങനത്തെ ഒരു സ്ഫിയർ ആയിരിക്കട്ടെ. ഇതൊരു ഗ്ലാസ് കൊണ്ട് ഉണ്ടാക്കിയ സ്ഫിയർ ആണ്. കേട്ടോ. ഓക്കെ, ഞാനൊരു കാര്യം ചെയ്യാൻ പോവാം. ഞാൻ ഈ ഗ്ലാസ് കൊണ്ട് ഉണ്ടാക്കിയ സ്ഫിയറിന്റെ ഇത് വെച്ച് ഇങ്ങനെ ഇത്രയും ഭാഗം മതി എനിക്ക്. ഞാൻ ഇത് ഇത്രയും ഭാഗം മാത്രം എടുക്കാൻ പോകും. ഏത് ഭാഗത്ത് I am taking this much part. It's a part of the sphere. This is a part of a sphere. Okay. എന്നിട്ട് ഇവിടെ ഞാൻ സിൽവറിങ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ സിൽവർ കോട്ട് ചെയ്യും. ഓക്കെ, ഇത് ഗ്ലാസ് കൊണ്ടുണ്ടാക്കിയ സ്ഫിയർ ആണ്. ഞാൻ ഈ സൈഡിൽ സിൽവർ കോട്ട് ചെയ്യുമ്പോൾ ഇത് നന്നായിട്ട് സ്മൂത്ത് ആയ സർഫസ് ആയിരിക്കും. ഒരു മിറർ പോലെ ആക്ട് ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് ഇവിടെ വീണ് കഴിഞ്ഞാൽ നന്നായിട്ട് നല്ല രീതിയിൽ റിഫ്ലക്ഷൻ നടക്കും കേട്ടോ. അപ്പോ ഈ വരച്ചിരിക്കുന്ന ഈ റിഫ്ലക്റ്റിംഗ് സർഫസ് ഇപ്പൊ എന്റെ ഡയഗ്രാം അനുസരിച്ച് ഈ റിഫ്ലക്റ്റിംഗ് സർഫസ് ഇങ്ങനെ അകത്തേക്ക് കുഴിഞ്ഞിരിക്കുക. കർവ്ഡ് ഇൻവേർഡ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ഒരു റിഫ്ലക്റ്റിംഗ് സർഫസിനെ ഒരു സ്ഫിയറിന്റെ പാർട്ടാണ്. അതിന്റെ റിഫ്ലക്റ്റിംഗ് സർഫസ് അകത്തേക്ക് ഇങ്ങനെ കുഴിഞ്ഞിരിക്കുകയാണ്. ഓക്കെ, മനസ്സിലായി. ഒരു സമയം കളയണ്ട, കാര്യം ചോദിച്ചാൽ പോരെ എന്നല്ലേ. ഇതാണ് എന്ത്? കോൺകേവ് മിറർ. ഓക്കെ, എന്താണ് കോൺകേവ് മിറർ? അപ്പൊ നമ്മുടെ സ്ഫെറിക്കൽ മിറേഴ്സിന്റെ കോൺകേവ് മിറർ ആണ് ഞാൻ വരച്ചിരിക്കുന്നത്. അപ്പൊ കോൺകേവ് മിറർ എന്നുള്ളത് ഈ സ്ഫെറിക്കൽ മിറർ എന്ന് പറഞ്ഞാൽ തന്നെ ദാറ്റ് ഈസ് ദ പാർട്ട് ഓഫ് എ സ്ഫിയർ. സ്ഫെറിക്കൽ മിറർ ഈസ് ദ പാർട്ട് ഓഫ് എ ഹോളോ സ്ഫിയർ. പക്ഷെ ഒരു റിഫ്ലക്റ്റിംഗ് സർഫസ് ഉണ്ട്. ഈ റിഫ്ലക്റ്റിംഗ് സർഫസ് കർവ്ഡ് ഇൻവേർഡ് ആണ് തന്നെ കാണിച്ചിരിക്കുന്നത്. വേറെ രീതിയിലും ആകാൻ പറ്റും. ഞാൻ വേറെ രീതിയിൽ വരയ്ക്കാം. കർവ്ഡ് ഔട്ട്വേർഡ്സ് അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിന്റെ പേരെന്താ? കോൺവെക്സ്. അപ്പൊ ഇത് കോൺകേവ് മിറർ കണ്ടല്ലോ. ഞാൻ ഈ കോൺകേവ് മിറർ വെച്ചിട്ട് കുറെ ടെക്നിക്കൽ ടേംസ് പറയാം. അതിനുശേഷം കോൺവെക്സ് മിററിലേക്ക് പോകാം. ഓക്കെ, അപ്പൊ ഈ മിറർ എന്റെ കയ്യിൽ ഒരു മിറർ ഇല്ലാത്തതാണ് കഷ്ടം. മിറർ ഇല്ല. മിറർ പിന്നീട് കാണിച്ചത്. ഈ മിറർ ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നത്? ഇങ്ങനെ കുഴിഞ്ഞിരിക്കുന്ന ഒരു സർഫസ്. ഇതല്ലേ ഇങ്ങനെ അല്ലേ? മിറർ കോൺകേവ് മിറർ കണ്ടിട്ടുണ്ടാവുമായിരിക്കും. ചിലപ്പോൾ സമയത്ത് നമ്മുടെ മുഖം കാണാൻ വേണ്ടി നമ്മൾ ഈ കോൺകേവ് മിറർ ഉപയോഗിക്കാറുണ്ട്. നമ്മുടെ മുഖം വലുതായിട്ട് കാണാൻ പറ്റും ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ. ബ്യൂട്ടീഷ്യൻസ് മിറർ എന്നൊക്കെ പറയും. വീട്ടിലുണ്ടാവും ചിലപ്പോ അല്ലേ? ഓക്കെ, അങ്ങനെ ആ മിററിന്റെ ഇങ്ങനെ കർവ്ഡ് ഇൻവേർഡ് ആണ്. അതിന്റെ നടുക്ക് ഇവിടെയുള്ള ഈ കൃത്യം ഈ ജോമെട്രിക് സെന്റർ, ആ സെന്ററിന് ഒരു പേരുണ്ട്. ആ പേരെന്ന് നോക്കണുണ്ടോ? ജോമെട്രിക് സെന്റർ ഓഫ് ദ കർവ്ഡ് പോൾ. അതാണ് പോൾ. ഓക്കെ, അപ്പൊ ഇവിടെയാണ് എന്താ? ഈ പോയിന്റ് ആണ് നമ്മൾ പോൾ എന്ന് പറയുന്നത്. ഞാനിത് P കൊണ്ട് റെപ്രസെന്റ് ചെയ്യും. പോൾ ഈസ് റെപ്രസെന്റഡ് ബൈ P. ഓക്കെ, ഇനി വേറെ കാര്യം പറയട്ടെ. ദിസ് മിറർ ഈസ് ദ പാർട്ട് ഓഫ് എ സ്ഫിയർ. ഒരു സ്ഫിയറിന്റെ പാർട്ടാണ് ഈ മിറർ കേട്ടോ. സോ ദിസ് മിറർ ഈസ് എ പാർട്ട് ഓഫ് എ സ്ഫിയർ. ഈ സ്ഫിയറിന് ഒരു സെന്റർ ഉണ്ട്. ആ സെന്റർ എന്ന് പറയുന്നത് എന്താ?
സെന്റർ ഓഫ് ദ സ്ഫിയർ ആണ്. അത് സെന്റർ ഓഫ് സ്ഫിയർ ആണ്. ദാറ്റ് ഈസ് സെന്റർ ഓഫ് കർവേച്ചർ ഓഫ് ദ മിറർ. Center of the sphere from which the mirror is taken apart, that is called the center of curvature of the mirror. ഞാൻ എന്താ പറഞ്ഞേ? ഈ മിറർ ഉണ്ടായി അമ്മ കുഴപ്പമില്ലേ, മനസ്സിലായില്ല. അത് എന്റെ ആ പറച്ചിൽ ശരിയാവാത്തല്ല മനസ്സിലാവാത്ത. ഈ മിറർ എവിടെ നിന്നാ ഉണ്ടാക്കിയേക്കണേ? ഒരു സ്ഫിയറിൽ നിന്ന്. ആ സ്ഫിയറിന് ഒരു സെന്റർ ഉണ്ടല്ലോ, ഉണ്ട്. അതാണ് സെന്റർ ഓഫ് ദ സ്ഫിയർ. ഓക്കെ, ആ സെന്റർ ഓഫ് ദ സ്ഫിയറിനെ നമ്മൾ ഈ സ്ഫിയർ അങ്ങ് മറന്നു കളയുവാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ഇതിനെ നമ്മൾ എന്ത് വിളിക്കും? സെന്റർ ഓഫ് കർവേച്ചർ ഓഫ് ദ മിറർ. അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞത്, സെന്റർ ഓഫ് കർവേച്ചർ ഓഫ് എ മിറർ ഈസ് ദ സെന്റർ ഓഫ് ദ സ്ഫിയർ ഫ്രം വിച്ച് ദ മിറർ ഈസ് ടേക്കൺ അപ്പാർട്ട്. ഓക്കെ, അത് നിന്റെ ഭാഷയിൽ ഒന്ന് പറഞ്ഞേ. സെന്റർ ഓഫ് കർവേച്ചർ ഓഫ് ദ മിറർ ഈസ് ദ സെന്റർ. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ ഈ സെന്റർ ഓഫ് കർവേച്ചറിന്റെ സ്ഥലത്ത് ഒന്നുമില്ല, അവിടെ മെറ്റീരിയൽ ഒന്നുമില്ല. പക്ഷെ ഇവിടെ ഈ പോളെന്നുള്ളത് മിററെ തന്നെ, പോളെന്നുള്ളത് മിററിന്റെ സർഫസ്. അപ്പൊ ഞാനിപ്പോ ഇങ്ങനെ പിടിക്കുവാണെങ്കിൽ പോൾ എന്നുള്ളത് ഇതാണ്, ഈ പോയിന്റ്. ഞാൻ ടച്ച് ചെയ്ത ഈ പോയിന്റ് ആണ് പോള്. ഇനി ഇത് ഈ മിററാണ് ഇമാജിൻ ചെയ്യുകയാണെങ്കിൽ, മിറർ എടുത്തിരിക്കുന്ന ഒരു സ്ഫിയർ ആണല്ലോ. ഇവിടെ ഒരു സ്ഫിയർ ഇമാജിൻ ചെയ്യാൻ പറ്റില്ലേ? ആ സ്ഫിയറിന്റെ സെന്റർ ഇവിടെ കണ്ടാണ്. ആ സെന്റർ ആണ് സെന്റർ ഓഫ് കർവേച്ചർ ഓഫ് ദ മിറർ. ഓക്കെ. ഇനി ഈ രണ്ട് പോയിന്റ് ഏതൊക്കെ പോയിന്റ്? സെന്റർ ഓഫ് കർവേച്ചർ ആൻഡ് പോൾ. ഇത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കൊരു ലൈൻ കിട്ടും. ഒരു ലൈൻ. ആ ലൈൻ എനിക്ക് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യാം. ആ ലൈനിന് ഒരു പേരുണ്ട്. ആ ലൈനിന്റെ പേരെന്താ? എന്താ ആക്സിസ്? പ്രിൻസിപ്പൽ ആക്സിസ്. That is principal axis. Okay, what is principal axis? The line that joins pole and center of curvature. That is an imaginary line. Okay. അതാണ് പ്രിൻസിപ്പൽ ആക്സിസ്. ഇനി വേറെ ഏത് ടെക്നിക്കൽ ടൈമാ പഠിച്ചത്? റേഡിയസ് ഓഫ് കർവേച്ചർ പഠിച്ചു അല്ലേ? ഓക്കെ. ഈ പോളും ഈ സെന്റർ ഓഫ് കർവേച്ചറും ആ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പോൾ ആൻഡ് സെന്റർ ഓഫ് കർവേച്ചർ, അതിനാണ് നമ്മൾ റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത്. ആക്ച്വലി നീ ഈ സ്ഫിയർ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, നമ്മുടെ സ്ഫിയറിലേക്ക് ഞാൻ വീണ്ടും വരട്ടെ, നമ്മുടെ ഒറിജിനൽ സ്ഫിയർ ഉണ്ടാകുന്നിരിക്കട്ടെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഈ ഒറിജിനൽ സ്ഫിയർ നമ്മൾ ഇമാജിൻ ചെയ്യുവാണെങ്കിൽ, നമ്മുടെ ഇമാജിനേഷൻ ഉള്ള സ്ഫിയർ. ഓക്കെ, ഈ പി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദിസ് ഈസ് നത്തിങ് ബട്ട് റേഡിയസ് ഓഫ് ദ സ്ഫിയർ. ഇതെന്താണ്? ഇത് സെന്റർ ഓഫ് ദ സ്ഫിയർ അല്ലേ? സെന്റർ ഓഫ് ദ സ്ഫിയർ. അപ്പൊ ഇതെന്താ? ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് വിളിക്കുന്ന പേരെന്താ? റേഡിയസ്. ഈ ഡിസ്റ്റൻസിന് വിളിക്കുന്ന പേരെന്താ? ഇവിടെ തൊട്ട് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസിന് വിളിക്കുന്ന പേരെന്താ? റേഡിയസ്. ഇവിടെ തൊട്ട് ഇവിടെ വരെ വിളിക്കുന്ന ഡിസ്റ്റൻസിന് വിളിക്കുന്ന പേരെന്താ? ഓക്കെ, റേഡിയസ്. അപ്പൊ റേഡിയസ് ഓഫ് ദ സ്ഫിയർ ആണ്. റേഡിയസ് ഓഫ് ദ സ്ഫിയർ ഫ്രം വിച്ച് ദ മിറർ ഈസ് ടേക്കൺ അപ്പാർട്ട്, ദാറ്റ് ഈസ് കോൾഡ് റേഡിയസ് ഓഫ് കർവേച്ചർ ഓഫ് ദ മിറർ. അപ്പോ ഇത് ലൈൻ ഇവിടെയാണ് സെന്റർ ഓഫ് കർവേച്ചർ. ആ സെന്റർ ഓഫ് കർവേച്ചറും പൂളും കൂടെ ചേർത്തിട്ട് ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ അതാണ് പ്രിൻസിപ്പൽ ആക്സിസ്. ഓക്കെ, ആൻഡ് ലെങ്ത് പി സി. ഈ ലെങ്ത് പി സി ആ ലെങ്തിനെ പി സി വിളിക്കുന്ന പേരാണ്, ലെങ്ത് പി സി വിളിക്കുന്ന പേരാണ് എന്താ? റേഡിയസ് ഓഫ് കർവേച്ചർ. ഇനി വേറൊരു ഇമ്പോർട്ടന്റ് ടേം ഉണ്ട് കേട്ടോ. ഇവിടെ നിന്ന് ലൈറ്റ് റേ വന്ന് വരുവാന്ന് കിട്ടും. ഇവിടെ നിന്ന് ലൈറ്റ് റേ വരുമെന്ന് കിട്ടും. റേ ഓഫ് ലൈറ്റ് ഒരെണ്ണം വരയ്ക്കട്ടെ. ഒരു റേ ഇങ്ങനെ വരയ്ക്കാം കേട്ടോ. ഞാൻ രണ്ട് റേസ് വരച്ചിട്ടുണ്ട് എബോവ് ദ പ്രിൻസിപ്പൽ ആക്സിസ്. ഓക്കെ, ഇത് റിഫ്ലക്ട് ചെയ്യും. ഈ റേ ഇവിടെ നിന്ന് റിഫ്ലക്ട് ചെയ്യും. ഓക്കെ, അത് റിഫ്ലക്ട് ചെയ്യുമ്പോൾ
ലോസ് ഓഫ് റിഫ്ലക്ഷൻ ഒബേ ചെയ്യോ? ടു ലൈറ്റ് റേസ് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ്. എന്റെ ഡയഗ്രത്തിൽ 2 റേസ് ഞാൻ വരച്ചിട്ടുള്ളൂ. ലൈറ്റ് റേസ് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ് ഫോൾ ഓൺ ദ കോൺകേവ് മിറർ. ഇങ്ങനെ വീഴുന്നു. അതാ ചോദിച്ചത്. ഈ കേസിൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. അങ്ങനെ ആവണമെന്ന് നിർബന്ധമുണ്ടോ? അല്ല, ഇത് സ്മൂത്ത് ആണ്. അല്ല, സ്മൂത്ത് ആണെങ്കിലും അല്ലെങ്കിലും ലോസ് ഓഫ് റിഫ്ലക്ഷൻ ഒബേ ചെയ്യും. ഇത് ഒബേ ചെയ്യും ലോസ് ഓഫ് റിഫ്ലക്ഷൻ. ലോസ് ഓഫ് റിഫ്ലക്ഷൻ എന്ത് സർഫസ് ആണെങ്കിലും ഒബേ ചെയ്യും. റഫ് സർഫസ് ആണെങ്കിലും സ്മൂത്ത് സർഫസ് ആണെങ്കിലും ലോസ് ഓഫ് റിഫ്ലക്ഷൻ ഒബേ ചെയ്യും. ഞാൻ ഇത് വരയ്ക്കാം. ഇത് ഈ ഒരു റേ മാത്രമേ ഇരിക്കട്ടെ. അപ്പൊ ഇത് ലോസ് ഓഫ് റിഫ്ലക്ഷൻ ഒബേ ചെയ്യുമല്ലോ. ഇനി ഒരു ഇമ്പോർട്ടന്റ് കാര്യം ചോദിക്കാൻ പോവാം. ഇവിടെ ഇതാണ് ഇൻസിഡന്റ് റേ, ഇതാണ് ഇൻസിഡന്റ് റേ. അപ്പൊ ഇത് ഈ പോയിന്റ് പറയുന്ന പേര് എന്താ? പോയിന്റ് ഓഫ് ഇൻസിഡൻസ്. പോയിന്റ് ഓഫ് ഇൻസിഡൻസ്. എനിക്ക് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഞാൻ നോർമൽ വരയ്ക്കണം. അവിടുന്ന് നോർമൽ വരയ്ക്കണം അല്ലേ? അപ്പൊ ഞാനിപ്പോ ഇങ്ങനെ ഒരു വര വരച്ചു കഴിഞ്ഞാൽ ഇത് നോർമൽ ആണോ? ഞാൻ ഇവിടെ ഒരു നോർമൽ ആണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വരച്ചു. ശരിയാണോ ഞാൻ ഈ വരയ്ക്കണേ? ഇത് നോർമൽ ആണോ? എന്നിട്ട് ഞാൻ പറയണ ഇതാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഞാൻ പറഞ്ഞത് ശരിയാണോ? എന്റെ ചോദ്യം, ഈ ബ്രോക്കൺ ലൈൻ ഞാൻ വരച്ചിരിക്കുന്നത് നോർമൽ ആകാൻ സാധ്യതയുണ്ടോ? നോർമൽ to the reflecting surface at the point of incidence. Is it normal to the reflecting surface at the point of incidence? അല്ലെങ്കിൽ പറഞ്ഞാൽ മതി, ഈ പോയിന്റിൽ എങ്ങനെ എനിക്ക് നോർമൽ വരയ്ക്കാൻ പറ്റും? എങ്ങനെ വരച്ചാൽ അത് കൃത്യം നോർമൽ ആവും? ശരി, ഡയറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുന്നു. റേഡിയസിൽ നിന്ന് ഇങ്ങോട്ട് വരച്ചു കഴിഞ്ഞാൽ മതി. ഈ റേഡിയസിൽ നിന്നല്ല, സെന്റർ ഓഫ് കർവേച്ചറിൽ നിന്ന്. ഈ സെന്റർ ഓഫ് കർവേച്ചറിൽ നിന്ന് ഞാൻ ഇങ്ങോട്ട് ഈ പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിലേക്ക് ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഞാൻ എന്താ പറഞ്ഞ? ദാറ്റ് വിൽ ബി ദ നോർമൽ അറ്റ് പോയിന്റ് ഓഫ് ഇൻസിഡൻസ്. അപ്പൊ ഇപ്പൊ ഞാൻ വരച്ചത് എന്താണ്? ഇപ്പൊ ഞാൻ വരച്ച ബ്രോക്കൺ ലൈൻ എന്താണ്? നോർമൽ അറ്റ് ദ പോയിന്റ് ഓഫ് ഇൻസിഡൻസ്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എത്രയാണ്? ഈ ആംഗിളിനെ വിളിക്കുന്നതാണ് then this angle is called angle of incidence. ഇനി ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ഇനി റിഫ്ലക്ടർ റേ വരയ്ക്കട്ടെ. റിഫ്ലക്ടർ റേ വരയ്ക്കുമ്പോൾ ഞാൻ ഇങ്ങനെ റിഫ്ലക്ടർ റേ വരച്ചു കഴിഞ്ഞാൽ ശരിയാണോ? ഈക്വൽ ആവണ്ടേ? അപ്പൊ ഇത് തെറ്റാണ്. ഓക്കെ, എന്നാ ഈക്വൽ ആവണമെന്ന് പറഞ്ഞ ആംഗിൾസ് ഈക്വൽ ആവണം അല്ലേ? അപ്പൊ ഞാൻ ഈ ആംഗിൾസ് ഈക്വൽ ആക്കി ഞാൻ വരയ്ക്കട്ടെ. അങ്ങനെ ആംഗിൾ ഈക്വൽ ആക്കി ഞാൻ വരച്ചു കഴിഞ്ഞാൽ അങ്ങനെ ആംഗിൾ, okay, this angle of reflection, so I have made it like this. Angle of incidence is equal to angle of reflection. അങ്ങനെ ഞാൻ വരയ്ക്കുമ്പോൾ ഈ this reflected ray will pass through one point on the principal axis. This reflected ray will pass through one point on the principal axis. That point is called what? What name is given to that point? That point is called the focus. ആ പോയിന്റിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫോക്കസ്. പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറയാം കേട്ടോ. പ്രിൻസിപ്പൽ ഫോക്കസ് അല്ലെങ്കിൽ ഫോക്കൽ പോയിന്റ് എന്ന് പറയാം. ഫോക്കൽ പോയിന്റ്. ഇതിപ്പോ ഞാനിപ്പോ ഒരെണ്ണം വരച്ചു. ഓക്കെ, ഞാൻ വേറെ ഒരെണ്ണം വരയ്ക്കട്ടെ. വേറൊരു പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ എനിക്ക് ഇവിടുന്ന് ഞാൻ ഇങ്ങോട്ട് ഇത് വരച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഇതെന്താണ്? ഇപ്പൊ ഞാൻ വരയ്ക്കുന്നത് എന്താണ്? നോർമൽ. What is this? Angle of incidence. ഞാൻ ഇവിടെ നിന്ന് ഈ റിഫ്ലക്ടർ റേ വരയ്ക്കാൻ പോവാണ് കേട്ടോ. അന്നേരം ആ റേയും ഈ നേരത്തെ കണ്ട പോയിന്റ് ഉണ്ടല്ലോ, നേരത്തെ ഇവിടെ വരുന്ന ഫോക്കസ് എന്ന് പറഞ്ഞ ആ പോയിന്റിലൂടെ തന്നെ കടന്നു പോകും. ഞാൻ വേറൊരു റേ വരയ്ക്കട്ടെ.
വേറൊരു രേഖ വരയ്ക്കട്ടെ. ഞാൻ നോർമൽ വരയ്ക്കുന്നില്ല കേട്ടോ, നോർമൽ വരയ്ക്കുന്നില്ല. നോർമൽ വേണമെങ്കിൽ വരയ്ക്കാം. എവിടെ നിന്ന്? ഈ പോയിന്റിൽ നിന്ന് ഞാൻ ഈ സെന്റർ ഓഫ് കർവേച്ചറിലേക്ക് ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ അത് നോർമൽ ആവും കേട്ടോ. അല്ലെ ഞാൻ വരച്ചേക്കാം. ഇപ്പൊ ഇതാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കേട്ടോ. അപ്പൊ റിഫ്ലക്ടർ റേ വരയ്ക്കുവാണെങ്കിലുണ്ടല്ലോ, ഇറ്റ് ഈസ് ഇൻട്രസ്റ്റിംഗ്. അതും ഈ പോയിന്റിലൂടെ തന്നെ കടന്നു പോകും. ഞാൻ ഇനി വേറൊരു റേ വരയ്ക്കുന്നത്. ഇവിടെ ഒരു റേ വരച്ചു. ഐ മീൻ ആ റേ വരുന്ന ഈ റേക്ക് പ്രത്യേകത ഉണ്ട്. ഞാൻ വരയ്ക്കുന്ന റേസ് എല്ലാം പ്രിൻസിപ്പൽ ആക്സിസിന് പാരലാണ്. പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ടുള്ള റേസ് ആണ് ഞാൻ വരയ്ക്കുന്നത്. അതും എന്താണ്, ഈ പോയിന്റിലൂടെ തന്നെ കടന്നു പോകും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രേ ഉള്ളൂ. ലൈറ്റ് റേസ് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ് ഓഫ് എ കോൺകേവ് മിറർ ആഫ്റ്റർ റിഫ്ലക്ഷൻ passes through a point on the principal axis. That point is called the focal point or focus. പറയാൻ പറ്റുമോ? റിഫ്ലക്ഷൻ ചെയ്ത് കഴിയുമ്പോ ഓക്കെ. ഞാൻ ഇപ്പൊ ഇത് കുറച്ച് മുമ്പ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദിസ് പോൾ ആൻഡ് സെന്റർ ഓഫ് കർവേച്ചർ, നമ്മൾ എല്ലാ ഡിസ്റ്റൻസും മെഷർ ചെയ്ത പോളിൽ നിന്നാണ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പോൾ ആൻഡ് സെന്റർ ഓഫ് കർവേച്ചർ എന്തായിരുന്നു പേര് കൊടുത്തത്? റേഡിയസ് ഓഫ് കർവേച്ചർ. അപ്പൊ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദിസ് പോൾ ആൻഡ് ഫോക്കസ് വേറൊരു പേരുണ്ട്, ഓർക്കുന്നുണ്ടോ? ഫോക്കൽ ലെങ്ത്. that is called the focal length. കേട്ടിട്ടുണ്ടോ? ഞാനൊരു പടം വരയ്ക്കാം. ഇപ്പൊ ഞാൻ വരയ്ക്കുന്നതാണ് പറഞ്ഞാൽ എന്താ ഞാൻ വരയ്ക്കും? ഇതെന്തായിരിക്കും? അതാണ് പ്രിൻസിപ്പൽ ആക്സിസ്. ഓക്കെ, എനിക്ക് ഇനി ഇവിടെ ഒരു കർവ് വരയ്ക്കണം. ഓക്കെ, ഞാൻ വരയ്ക്കാൻ പോണം. ഒരു മിറർ, കോൺകേവ് മിറർ വരയ്ക്കാനാണോ? ഓക്കെ, കുഴപ്പമില്ല. അപ്പോ ഇത് വരയ്ക്കണ്ടേ? ഇപ്പൊ ഞാൻ ഏത് മിററാണ് വരച്ചിരിക്കുന്നത്? കോൺകേവ് മിറർ. ഓക്കെ, ഈ കോൺകേവ് മിറർ, ഇതിന്റെ ഈ മിറർ ഇങ്ങനെ ഇമാജിൻ ചെയ്യുവാണെങ്കിൽ, മിറർ ഈസ് ദ പാർട്ട് ഓഫ് എ സ്ഫിയർ എന്ന് പറഞ്ഞില്ലേ? ആ സ്ഫിയറിന്റെ സെന്റർ. ഓക്കെ, അതിന് നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ഓക്കെ, ഈ ജോമെട്രിക് സെന്റർ ഓഫ് മിറർ അതിന് വിളിക്കുന്ന പേരെന്താണ്? ഓക്കെ, ഇനി വേറൊരു കാര്യം നമ്മൾ പഠിച്ചതാണ്, റേ ഫോൾസ് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ്. ഓക്കെ, ദിസ് റേ വിൽ ബി റിഫ്ലക്റ്റഡ് ഫ്രം ദേർ. അപ്പൊ ഇത് ഇതിലെ പോകും, ഒരു പോയിന്റിലൂടെ പോകും, ഓൺ ദ പ്രിൻസിപ്പൽ ആക്സിസ്. ഈ പോയിന്റിൽ വിളിക്കുന്ന പേരെന്താണ്? ഫോക്കസ്. ഈ ഡിസ്റ്റൻസ് ഫിസിക്ക് ഒരു പേരുണ്ട്, എന്താണ്? ഞാൻ രണ്ടാമത്തെ വീഡിയോ കണ്ടായിരുന്നോ? ആ, മൂന്നാമത്തെ വീഡിയോ കണ്ടു. അപ്പൊ ഇതുണ്ട് PF is equal to what? PF is equal to focal length. ഓക്കെ, തൽക്കാലം ഇത്രയൊക്കെ ഓർത്തിരിക്കാം. ഞാൻ കോൺവെക്സ് മിററിനെ കുറിച്ച് അടുത്ത ദിവസം പറയാം. സമയം തീരാറായെന്ന് തോന്നുന്നു. വേറെ കാര്യം ചോദിച്ചോട്ടെ, വേറൊരു ഒറ്റ കാര്യം. ഇതിവിടെ നോർമൽ വരയ്ക്കും. ഇതിന് ഈ പോയിന്റ് ഓഫ് ഇൻസിഡൻസ് ആണ്. ഇവിടെ നോർമൽ വരയ്ക്കാൻ പറഞ്ഞ എന്ത് ചെയ്യും? ഈ പോയിന്റ് ഓഫ് ഇൻസിഡൻസ് എനിക്ക് നോർമൽ ടു ദ സർഫസ് വരയ്ക്കണം. ഈ സർഫസിനെ നോർമൽ വരയ്ക്കണം ഈ പോയിന്റിൽ നിന്ന്. ഇവിടെ നിന്ന് സെന്റർ ഓഫ് കർവേച്ചറിലേക്ക് ലൈൻ വരച്ചു കഴിഞ്ഞാൽ എന്താണ്? ഇതാണ് നോർമൽ. ഓക്കെ, അപ്പൊ ഇത് ഈ ആംഗിളിന്റെ പേരെന്താണ്? ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഈ ആംഗിളിന്റെ പേരെന്താണ്? രണ്ട് ഈക്വൽ ആയിരിക്കോ? മിറർ കർവ്ഡ് ആണ്, അന്നേരം ഈക്വൽ ആയിരിക്കോ? യെസ്, സംശയം വേണ്ട, കറക്റ്റ് ആണ്. എന്തിനാണ് സംശയിക്കുന്നത്? മിറർ കർവ്ഡ് ആണേലും പ്ലെയിൻ ആണേലും എന്ത് ഒബേ ചെയ്യും? ലോസ് ഓഫ്
അപ്പൊ നമ്മൾ ഇന്നത്തെ ഒന്നും പഠിച്ചില്ല, ജസ്റ്റ് ഇതൊന്ന് ഓർത്തിരിക്കുക കേട്ടോ.